ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജെന്റിൽ വുമൺ എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മുടെ സീരീസ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കപ്പിൾസായ പൂർണിയും അരവിന്ദിനെയുമാണ്. ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന അരവിന്ദിന് രാവിലെ ഓഫീസിലേക്ക് പോകണം. പൂർണി രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്യുന്നു. രാവിലെ കുളിച്ചു വന്ന് വിളക്കൊക്കെ കൊളുത്തിയ ശേഷം കിച്ചണിലേക്ക് പോയിട്ട് അയാൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കിയാണ് അവൾ. അരവിന്ദൻ രാവിലെ ഫ്രഷായി വന്ന് പൂജയൊക്കെ ചെയ്ത ശേഷം കുറച്ചു നേരം ഇരുന്ന് ബുക്ക് വായിക്കും. അരവിന്ദിന് കഴിക്കാനുള്ള ആഹാരം എല്ലാം തന്നെ അവൾ ഫ്രണ്ടിലെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നു. എന്നാൽ ആ സമയത്താണ് അയാളുടെ ഫോൺ അടിക്കുന്നത്. അയാൾ കഴിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ റെഡിയായി പോകുന്നുണ്ട്. തന്റെ ഒരു ക്ലയന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും ഞാൻ വന്നിട്ട് പിന്നെ കഴിച്ചോളാമെന്നുമാണ് അയാൾ പറയുന്നത്. കാറിന്റെ ചാവി എടുത്തിട്ട് വരാൻ അവളോട് പറയുന്നു. അവൾ ഓടി വന്ന് ചാവി കൊടുക്കുന്നുണ്ട്. പോകുമ്പോൾ 2 വാക്ക് പറഞ്ഞിട്ട് പൊക്കൂടിയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ ഐ ലവ് യു എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോകുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. രണ്ടുപേരുടെ അറേഞ്ച്ഡ് മാരേജ് ആണ്. 3 മാസമായിട്ടേ ഉള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. അവൻ കാർ എടുത്തിട്ട് പോകാൻ നേരത്ത് അവൾ മുകളിൽ നിന്ന് നോക്കും. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാർ എടുക്കാൻ അവൻ നല്ലപോലെ ബുദ്ധിമുട്ടാറുണ്ടായിരുന്നു. അവൻ പോയ ശേഷം ഉച്ചയ്ക്കത്തേക്കുള്ള ആഹാരം എല്ലാം തന്നെ അവൾ റെഡിയാക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പൂർണിയുടെ ദിവസമുള്ള ദിനചര്യ. അങ്ങനെ ഒരു ദിവസം അരവിന്ദ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഉച്ചയ്ക്കത്തെ ടിഫിൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ആ മഷ്റൂം കുക്ക് ചെയ്യുന്നേ. എന്നാൽ അവനാകട്ടെ അതിന്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്റെ ആഹാരം എങ്ങനെയുണ്ടെന്ന് പറയാത്ത എന്താന്ന് അവൾ ചോദിക്കുന്നു. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, സൂപ്പർ ആണെന്ന് അവൻ പറയുന്നു. ഞാൻ ടിഫിൻ തുറക്കുന്നത് നോക്കിയാണ് എന്റെ കൊളീഗെല്ലാം ഇരിക്കുന്നത്. അവർക്കെല്ലാം നിന്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കേൾക്കുമ്പോൾ പൂർണിക്കും സന്തോഷമായി. അങ്ങനെ അവരുടെ ലൈഫ് വളരെയധികം സന്തോഷത്തോടെ പോവുകയാണ്. അവരിടയ്ക്കെല്ലാം പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അരവിന്ദിന്റെ അമ്മയാകട്ടെ അരവിന്ദിന്റെ സിസ്റ്ററിന്റെ കൂടെ ഫോറിൻ കൺട്രിയിലായിരുന്നു. അരവിന്ദിന്റെ സിസ്റ്റർ പ്രഗ്നന്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് പൂർണിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് അവർ പോയത്. അങ്ങനെ ഒരു ദിവസം പൂർണിയാകട്ടെ തന്റെ അയൽവീട്ടിലുള്ള ആന്റിയുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ എന്തോ ഫംഗ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ലേഡി ആകട്ടെ ഇവൾക്ക് വിശേഷമൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നു. എന്നാൽ മറ്റു 2 ലേഡീസ് പറയുന്നുണ്ട്, ഉടനെ ഒന്നും നീ നോക്കാത്തതാണ് നല്ലത്. ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതി. അതുവരെ ലൈഫ് എൻജോയ് ചെയ്യ്. കുട്ടി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരുന്നു. എന്നാൽ പൂർണ്ണി പറയുന്നുണ്ട്, കുഞ്ഞിനെ പ്രസവിച്ചതിനെ വളർത്തുന്ന ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണെന്ന്. എന്നാൽ മറ്റൊരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ വേണ്ടെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ അവസാനം വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഉടനെ തന്നെ നോക്കുന്നതാ നല്ലത്. വയസ്സാം കാലത്ത് നമ്മളെ നോക്കാൻ ആരും ഉണ്ടാകില്ല. എന്നാൽ മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട്, കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് കരുതിയിട്ട് അത് നമ്മളെ വയസ്സാം കാലത്ത് നോക്കണമെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അവർക്ക് അവരുടേതായ ചോയ്സുകൾ ഉണ്ടാകും. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഇവിടെ ഭർത്താവ് മരിച്ച നാൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിക്കുന്നില്ലേ? അവർക്കൊരു കുട്ടി കൂടിയില്ല. ഇപ്പോൾ ഒരുപാട് പേരുമായിട്ട് കമ്പനി ഉണ്ടെന്ന് കേൾക്കുന്നത്. അവരുമായിട്ട് കറക്കം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അവള് തനിച്ചാ താമസിക്കുന്നത്. അവൾക്ക് അതിന്റേതായ വിഷമമുണ്ട്. എന്നാൽ മറ്റു 2 സ്ത്രീകൾ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അവര് ഹാപ്പി ആയിട്ട് തന്നെ താമസിക്കുന്നത്. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. അതിനിടയ്ക്ക് അരവിന്ദന്റെ കോള് വന്ന കാരണം അവളാകട്ടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് പുറത്തൊരു ലേഡിയുടെ ചെരുപ്പുണ്ടായിരുന്നു. അവള് വന്ന് ഡോറിന് മുട്ടിയപ്പോൾ വാതിൽ തുറന്നതാകട്ടെ ഇവര് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന നാൻസിയും അരവിന്ദും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും നല്ല ചിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഇന്നേ വരെ ഒരു കോഫി പോലും ഉണ്ടാക്കാത്ത അരവിന്ദാകട്ടെ നാൻസിക്ക് വേണ്ടിയിട്ട് കോഫിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന കണ്ടപ്പോൾ പൂർണിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റൗ പോലും കത്തിക്കാൻ അറിയില്ല എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. തന്റെ കുക്കിങ്ങിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം എനിക്ക് നല്ലപോലെ ഫുഡ് ഉണ്ടാക്കി തരാൻ നാൻസി അവളോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നാൻസി അവിടെ നിന്നും പോയി. അവർ രണ്ടുപേരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവര് കുറച്ച് ക്ലോസ് ആണെന്ന് പൂർണിക്ക് മനസ്സിലായി. അന്ന് രാത്രി കിടക്കാൻ നേരത്ത് അവനാകട്ടെ പൂർണിയോട് പറയുന്നുണ്ട്, നീ ആ താഴെയുള്ള ലേഡീസുമായിട്ടൊന്നും അധികം കമ്പനി കൂടെ ഉണ്ടാ. പുറമെ കാണുമ്പോൾ അവരെല്ലാം സ്നേഹമുള്ളവരാ, എന്നാ ഉള്ളിൽ നിറയെ വിഷമാണെന്ന്. നീ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തിട്ട് മുല്ലപ്പൂക്കെ വെച്ച് വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും അവൻ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവന് വേണ്ടിയിട്ട് ഫുഡെല്ലാം തയ്യാറാക്കി പാക്ക് ചെയ്ത് അവൾ കൊടുക്കുന്നു. അവൻ ചോദിക്കാതെ തന്നെ കാറിന്റെ കീയും കൊണ്ട് കൊടുക്കുന്നു. ആ 2 വാക്ക് പറയാൻ അവള് പറയുമ്പോൾ അവൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവൻ പോയ ശേഷം തുണികൾ വാഷ് ചെയ്യാൻ മെഷീനിലിടാൻ നേരത്ത് അവന്റെ ഒരു ഷർട്ടിൽ നിന്നും ഒരു പ്രത്യേകതരം മണം അവൾക്ക് കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി അവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ അമ്മായിയമ്മ അവളെ വിളിക്കുന്നു. ഇത്ര ദിവസമായിട്ട് നീ ഇങ്ങോട്ട് എന്താ വിളിക്കാഞ്ഞത്? ഞാൻ അങ്ങോട്ട് വിളിച്ചെങ്കിൽ മാത്രമേ നീ ഇങ്ങോട്ട് വിളിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്റെ ഫോൺ റീചാർജ് ചെയ്തിട്ടില്ല എന്നാണ് അവള് പറയുന്നത്. നാട്ടിലെ നമ്പറല്ലേ, എന്തോ ഇതിൽ മാറ്റം വരുത്തണമെന്നും അതിനുശേഷം റീചാർജ് ചെയ്ത് തരാമെന്നുമാണ് അരവിന്ദ് പറഞ്ഞത്. എന്നാൽ അമ്മായിയമ്മ അവളെ വഴക്ക് പറയുന്നു. അവൻ അങ്ങനെ പലതും പറഞ്ഞിട്ട് നിന്നെ മണ്ടിയാക്കും. നീ അതൊക്കെ കേട്ട് വിശ്വസിച്ചിങ്ങനെ പാവമായിട്ടിരുന്നിട്ട് കാര്യമില്ല. വീട്ടിൽ ഒരു കാര്യത്തിനും ശ്രദ്ധയില്ലാത്തവനവൻ. അവന്റെ ഭാഗത്തു നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നീ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു നിൽക്കണമെന്നാണ് അവളോട് അമ്മായിമ്മ പറയുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും സമയം ശരിയല്ല. അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് ഞാൻ പറയുന്ന പൂജ ചെയ്യണമെന്നും പറയുന്നു. അവൾ അങ്ങോട്ടെന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവർ കോള് കട്ട് ചെയ്യുകയും ചെയ്തു. അവൾക്കാകട്ടെ ദേഷ്യവും വന്ന് ആ ദേഷ്യത്തിൽ അവൾ തുണിയെല്ലാം പെട്ടെന്ന് വാരിയിട്ട് കഴുകി. അന്ന് രാത്രി അരവിന്ദ് വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവൾ അവനോട് പറയുന്നുണ്ട്, എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തിയാകട്ടെ ഇവിടെ ഇന്റർവ്യൂവിന് വേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് അവളോട് ഇവിടെ വന്ന് താമസിച്ചോളാൻ ഞാൻ പറഞ്ഞോട്ടെ എന്ന്. അതിനെന്തിന് ഇത്ര ഫോർമാലിറ്റിയൊക്കെ? ധൈര്യമായിട്ട് അവൾ ഇവിടെ വന്ന് നിന്നോട്ടെ. 1-2 ദിവസം ആവണ്ട, ഒരാഴ്ച നിന്നോട്ടെ എന്നാണ് അവൻ പറയുന്നത്. എനിക്കൊരു 3-4 ദിവസത്തേക്ക് കമ്പനി ആവശ്യമായിട്ട് ബാംഗ്ലൂർ പോകണം. ആ സമയത്ത് എന്തായാലും നീ ഒറ്റയ്ക്കല്ലേ, ആ കുട്ടി ഇവിടെ വന്ന് നിന്നോട്ടെ. ഇത് കേട്ട് അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി അവിടേക്ക് വരുന്നു. അവൻ പൂജ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദീപിക എന്ന് പറയുന്ന ആ പെൺകുട്ടി അവിടേക്ക് വരുന്നത്. അവൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി ഓഫീസിൽ പോകുന്ന വേഷത്തിൽ വരുന്നു. ആ പെൺകുട്ടിയോട് അധികമൊന്നും അവൻ സംസാരിക്കുന്നില്ല. അവള് ഫ്രഷ് ആയിട്ട് വന്ന് ആഹാരം കഴിക്കാനിരുന്നപ്പോഴാകട്ടെ പൂർണ്ണി അവളോട് ഇന്റർവ്യൂ എവിടെയാണെന്ന്
എന്ന് ചോദിക്കുന്നു. ഓഫീസിന്റെ പേര് പറഞ്ഞപ്പോൾ പൂർണ്ണി അരവിന്ദിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എത്ര ദൂരം കാണുമെന്ന്. കുറച്ച് ദൂരം ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. താൻ ബസ്സിൽ പോയിക്കൊള്ളാമെന്ന് അവൾ പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ട, ഇന്ന് ഞാൻ എന്തായാലും ബാംഗ്ലൂർ പോവല്ലേ, ഞാൻ എന്തായാലും കാർ എടുത്തിട്ട് പോകുന്നില്ല, ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കാറിൽ പോയാൽ മതിയെന്ന്. എന്നാൽ അത് കേട്ട പെൺകുട്ടി ചോദിക്കുന്നു ഡ്രൈവറിന്റെ ആവശ്യം എന്താ, ചേച്ചി വണ്ടി ഓടിക്കില്ലേ എന്ന്, നാട്ടിലെ ട്രാക്ടറൊക്കെ ഓടിക്കുമല്ലോ. എന്നാൽ പൂർണ്ണി പറയുന്നുണ്ട് അതൊന്നും പറയണ്ട, ഈ സിറ്റിയിലൊന്നും എനിക്ക് കാർ ഓടിക്കാൻ വയ്യാന്നും ട്രാക്ടറിന്റെ കണക്കല്ല കാറെന്നും. എന്നാൽ ആ പെൺകുട്ടി പറയുന്നു അതൊക്കെ ചേച്ചിക്ക് ഈസി ആയിട്ട് പറ്റുമെന്ന്. എന്നാൽ അരവിന്ദിന് അറിയില്ലായിരുന്നു ഇവൾക്ക് കാർ ഓടിക്കാനൊക്കെ അറിയാമെന്ന്. എന്റെ സ്വന്തം ഭാര്യയെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് താൻ വന്നു കഴിഞ്ഞിട്ടാണെന്ന് ദീപികയോട് അവൻ പറയുന്നു. അവൻ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ വല്ലാത്തൊരു രീതിയിൽ ദീപികയെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ തന്റെ കൈ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവൻ ദീപികയുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുമ്പോഴെല്ലാം തന്നെ അവൾക്കൊരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. പിറ്റേന്നായിരുന്നു അവളുടെ ഇന്റർവ്യൂ. അരവിന്ദ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങാൻ നേരത്ത് പൂർണ്ണി അവനോട് പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് എന്നെ അമ്പലത്തിലൊന്ന് ഇറക്കിയേക്കാൻ, ഇന്ന് തന്നെ പൂജ ചെയ്യണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ തന്നെ ലേറ്റായി, അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാമെന്ന് അവൾ അരവിന്ദിനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. പൂർണ്ണി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഓപ്പോസിറ്റുള്ള നാൻസിയുടെ ഫ്ളാറ്റിലേക്ക് നോക്കുന്നുണ്ട്. അവൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് എത്തി നോക്കിയ ശേഷമാണ് അവൻ പോകുന്നത്. കാറിൽ കയറി കഴിയുമ്പോൾ അവളാകട്ടെ അവനോട് പറയുന്നുണ്ട് ഇന്നേ വരെ എനിക്കൊരു കോഫി ഇട്ട് തന്നിട്ടില്ല, നിന്റെ ഫ്രണ്ട് വന്നപ്പോ നിനക്ക് കോഫി ഇട്ട് കൊടുക്കാൻ അറിയാമല്ലേ എന്ന്, നീ അവിടെ ഇട്ട് വെച്ചിരുന്ന കോഫി ഞാനൊന്ന് ചൂടാക്കി കൊടുത്തേ ഉള്ളൂ, അല്ലാതെ എനിക്ക് കോഫി ഒന്നും ഇടാറിയില്ല എന്ന് അവൻ പറയുന്നു. അവള് പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ ഇനി മുതൽ ഇട്ട് വെക്കത്തേ ഉള്ളൂ, താനേ അങ്ങ് ചൂടാക്കി കുടിച്ചാൽ മതിയെന്ന്. അങ്ങനെ വണ്ടി അവിടെ നിന്ന് ഇറക്കാൻ അവൻ കുറെ കഷ്ടപ്പെട്ടു, കുറെ തവണ ഓഫായി പോയിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ വണ്ടി പുറത്തേക്ക് ഇറക്കി ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് അവൻ പെട്ടെന്ന് വണ്ടി നിർത്തുന്നു. താൻ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നു. അവള് പറയുന്നുണ്ട് ഇനി ഫോണൊക്കെ എടുത്തിട്ട് വന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോകുമ്പോഴേക്കും ലേറ്റ് ആകും, ഇപ്പൊ തന്നെ അമ്പലം അടയ്ക്കാറായി, ഞാൻ പെട്ടെന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ഓട്ടോ വിളിച്ചു പോകുന്നു. അവൻ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിലെത്തി. വാതിൽ തുറന്നത് ദീപികയായിരുന്നു. സമയമില്ല, എനിക്ക് പെട്ടെന്ന് പോകണം, എന്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുന്നു. അവിടെ എവിടെയൊക്കെ ഫോൺ രണ്ടുപേരും നോക്കിയെങ്കിലും എങ്ങും കണ്ടില്ല. ഒരു കാര്യം ചെയ്ത് നിന്റെ ഫോൺ എടുത്ത് നീ എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്ക്. അവള് പറയുന്നുണ്ട് എന്റെ ഫോൺ ചേട്ടൻ ഇരിക്കുന്നിടത്താണെന്ന്. എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അവൾ അവന്റെ അടുത്തേക്ക് വന്ന് കുനിയുകയായിരുന്നു. മനഃപൂർവ്വം അവളെ കൊണ്ട് കുനിയിക്കുകയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയുണ്ടോ അവിടെയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഫോൺ കിട്ടിക്കഴിയുമ്പോൾ അവള് നമ്പറിലേക്ക് വിളിക്കുന്നു. അവന്റെ ഫ്രണ്ടിൽ തന്നെ ആ ഫോൺ ഇരിപ്പുണ്ട്. എന്നാ നീ തന്നെ ആ ഫോൺ എടുക്കാൻ പറയുന്നുണ്ട്. അവൾ അപ്പോഴും കുനിഞ്ഞ് ഫോൺ എടുക്കുന്നു. അവന്റെ കണ്ണു മുഴുവൻ അവളുടെ നെഞ്ചിലേക്കായിരുന്നു. ഞാൻ വല്ലാതെ തളർന്നു, എനിക്ക് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ അവൻ പറയുന്നുണ്ട്. ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അയാൾ നിർബന്ധിച്ച കാരണം അവൾ ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോയി. എന്നാൽ അവനാകട്ടെ ടിവിയുടെ വോളിയം കൂട്ടിവെച്ചിട്ട് ഷൂസ് എല്ലാം താഴെ കഴിച്ചു വെച്ചിട്ട് ശബ്ദമുണ്ടാക്കാതെ കിച്ചണിലേക്ക് ചെല്ലുന്നു. അവൾ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ അവളുടെ ബാക്കിലേക്ക് പോയിട്ട് അവളുടെ മണം ആസ്വദിക്കുന്നു. അവളെ ബാക്കിലൂടെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും അവൾ പെട്ടെന്ന് തിരിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ചൂടുവെള്ളം അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു. അവനാകട്ടെ സ്ലിപ്പായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ലാബിൽ തലയിടിച്ച് താഴേക്ക് വീഴുകയും ചെയ്തു. ബോധവും പോയി. അവൾ ആകെ പേടിച്ചു വെറിച്ച് തറയിൽ തന്നെ ഇരിക്കുകയായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചെന്ന് ദീപികയ്ക്ക് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അമ്പലത്തിൽ പോയി പൂർണ്ണി തിരിച്ചു വരുന്നുണ്ട്. അരവിന്ദന്റെ കാർ അവിടെ തന്നെ കിടക്കുന്ന കണ്ടിട്ട് അവൾ ആകെ ടെൻഷനോട് കൂടി വീട്ടിലേക്ക് ചെല്ലുന്നു. ലിഫ്റ്റ് വർക്കാവാത്ത കാരണം സ്റ്റെപ്പ് കയറിയാണ് അവൾ പോകുന്നത്. വീട്ടിലെത്തി അവൾ കാണുന്നത് നിലത്ത് കിടക്കുന്ന അരവിന്ദനെയും സൈഡിൽ പേടിച്ചിരിക്കുന്ന ദീപികയുമാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവളാകട്ടെ അവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ദീപിക പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ല, പെട്ടെന്ന് ബാക്കിലേക്ക് വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി, അങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന്. അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നിടയിൽ അവന്റെ ഫോൺ റിങ് ചെയ്യുന്നു. അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവൾ അങ്ങോട്ടെന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ആ പെൺകുട്ടി മറുപുറത്തു നിന്ന് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. അന്ന എന്നായിരുന്നു അതിൽ പേര് സേവ് ചെയ്തിരുന്നത്. നീ എവിടെയാണെന്നും ഞാനിവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുക, എനിക്ക് വല്ലാതെ വയറ് വേദനിക്കുന്നുണ്ട്, പീരീഡ്സ് ആകാൻ പോവുകയാണെന്ന് തോന്നുന്നുണ്ട്, നീ വരുമ്പോ പാഡ് വാങ്ങിട്ട് വരണമെന്നും പറയുന്നു. ഇത്രയും അധികാരത്തോടെ ഇവനോട് ഇങ്ങനെ പറയുന്ന പെൺകുട്ടി ആരാണെന്ന് പെട്ടെന്ന് അവൾക്ക് ഡൗട്ട് തോന്നുന്നു. അവന്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് അവൾ പെട്ടെന്ന് ഫോൺ അൺലോക്ക് ആക്കി നോക്കുമ്പോൾ കാണുന്നതെല്ലാം തന്നെ ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോസും ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റും ആയിരുന്നു. അതിലെല്ലാം തന്നെ ഐ ലവ് യു എന്നും ഐ ലവ് യു പൊണ്ടാട്ടി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടായിരുന്നു ഇവർ സംസാരിക്കുന്നത്. അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് പൂർണ്ണി. തന്റെ ഹസ്ബൻഡ് തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു അവൾക്ക് മനസ്സിലായി. ആ നിമിഷം തന്നെ പതിയെ ബോധത്തിലേക്ക് വരികയായിരുന്നു അരവിന്ദ്. അവൻ കണ്ണു തുറക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ ദേഷ്യം പൂണ്ട് നിന്ന പൂർണ്ണിയാകട്ടെ അവിടെ ഇരുന്ന് അരിവാളെടുത്ത് അവന്റെ കഴുത്തിന് വെട്ടുന്നു. ഇത് കണ്ട് ദീപിക പേടിച്ചരണ്ട് നിൽക്കുകയാണ്. ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ എല്ലാം നടന്നു. അവൻ മരിക്കുകയും ചെയ്തു. അവളുടെ ശരീരത്തിലും തറയിലും എല്ലാം തന്നെ രക്തം. അതിനിടയ്ക്ക് ആരോ വന്ന് കോളിമ്പലടിക്കുന്നുണ്ടായിരുന്നു. അവള് പെട്ടെന്ന് തന്റെ ശരീരത്തിലെ രക്തമെല്ലാം കഴുകി കളഞ്ഞിട്ട് മുഖമെല്ലാം വൃത്തിയായിട്ട് കഴുകി കതക് തുറക്കുന്നു. അത് സെക്യൂരിറ്റി ആയിരുന്നു. കാർ അവിടെ വഴിയിൽ തന്നെ കിടക്കുന്നുണ്ട്, അത് എടുത്തു മാറ്റാൻ പറയുന്നു. അവള് പെട്ടെന്ന് കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് സ്റ്റാർട്ടാക്കി ഈസി ആയിട്ട് തന്നെ റിവേഴ്സ് എടുത്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് ഇടുന്നു. ഇത്രയും കാലം അവൻ കഷ്ടപ്പെട്ടായിരുന്നു ആ കാർ അവിടെ നിന്ന് പുറത്തെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അവളെ കൊണ്ട് അത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു. തിരിച്ചു വന്ന അവളാകട്ടെ ഉള്ളിലുണ്ടായിരുന്ന ടെൻഷൻ എല്ലാം തന്നെ മറന്നിട്ട് ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് അരവിന്ദന്റെ ബോഡി ആ ഫ്രിഡ്ജിനുള്ളിലേക്ക് കയറ്റി വെക്കുകയാണ്. അവിടെ എല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കി. അതിനുശേഷം ഒരു സർബത്തും കൂടി കലക്കി കുടിച്ചു. അന്ന് രാത്രി മുഴുവൻ അവർ ആ ടേബിളിൽ ഇരുന്ന് തന്നെ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവളാകട്ടെ ദീപികയെ വിളിച്ചുണർത്തുന്നുണ്ട്. നിനക്ക് ഇന്റർവ്യൂവിന് പോകണ്ടേ, പെട്ടെന്ന് പോയി റെഡിയാക്കാൻ പറയുന്നു. അവള് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലിരിക്കുന്നതെന്ന്. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്
ചെയ്തല്ലേ പറ്റൂ, അതുകൊണ്ട് പെട്ടെന്ന് പോയി റെഡിയാകാൻ പറയുന്നു. സെക്കൻഡ് റൂം ഉപയോഗിച്ചോ, അതിൽ ചൂടുവെള്ളം വരും എന്നൊക്കെ പറയുന്നുണ്ട്. പൂർണ്ണി ഇത്ര കൂളായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ട് ദീപയ്ക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആഹാരവും ഉണ്ടാക്കി. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി നമുക്ക് പോലീസിൽ പറഞ്ഞാലോ എന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അവൾ പറയുന്നത്. കോർട്ട് കേസ് എന്നൊക്കെ പറഞ്ഞ് പോകാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കത്തേ ഉള്ളൂ. എന്താ സംഭവിച്ചെന്നോ ആരാ തെറ്റ് ചെയ്തെന്നോ ആരും ചോദിക്കില്ല. എല്ലായിടത്തും സ്ത്രീകൾ മാത്രമേ കുറ്റക്കാരാകൂ. നിനക്കും എനിക്കും കൊലപാതകി എന്നുള്ള പേര് മാത്രമേ കിട്ടൂ. നീ റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടത് എന്തിനാണ്? എന്തുകൊണ്ട് ശരീരം മുഴുവൻ മറച്ചില്ല? എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും നിനക്ക് നേരിടേണ്ടി വരുന്നത്. ആരും അവനെ കുറ്റം പറയില്ല, നിന്നെയായിരിക്കും കുറ്റം പറയാൻ പോകുന്നത്. ദീപിക പറയുന്നുണ്ട്, താൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചതെന്ന്, താൻ ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു എന്ന്. എന്നാൽ പൂർണ്ണി പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ആ ജോലിക്ക് പോകാൻ നോക്കുന്നതാ നല്ലത്. ഇത്രയും കാലം നിന്നെ ജോലിക്ക് വിടാതിരുന്ന നിന്റെ അച്ഛനാകട്ടെ കാശിന്റെ ആവശ്യം വന്നപ്പോൾ നിന്നെ ജോലിക്ക് വിട്ടിട്ടായാലും ആ കാശ് ഉണ്ടാക്കണം എന്നൊരു ചിന്തയായി. നമ്മളെ കെട്ടിയ പുരുഷനാണെങ്കിലും ശരി, നമ്മളെ ജനിപ്പിച്ച പുരുഷനാണെങ്കിലും ശരി, പെണ്ണുങ്ങളെ അവരെല്ലാം തന്നെ ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. ഇപ്പൊ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നീ ഒരു പയ്യനെ സ്നേഹിക്കുന്നില്ലേ? ക്രിസ്ത്യനല്ലേ ആ പയ്യൻ? നിനക്ക് ഇഷ്ടമാണെങ്കിൽ ആ പയ്യന്റെ കൂടെ നീ ഓടിപ്പോയി വിവാഹം കഴിക്കുന്നത് തന്നെ നല്ലത്. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് കൂടുതലൊന്നും തന്നെ ചിന്തിക്കേണ്ട. ഇപ്പൊ മര്യാദയ്ക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അങ്ങനെ പൂർണ്ണിയും കുളിച്ച് റെഡിയാകാൻ പോയി. ആ സമയത്താകട്ടെ ആരോ വന്ന് കോളിംബെല്ലടിക്കുന്നു. ദീപിക നോക്കുമ്പോ അതാകട്ടെ അടുത്ത വീട്ടിലെ നമ്മുടെ നാൻസി ആയിരുന്നു. അരവിന്ദില്ലെന്ന് ചോദിക്കുമ്പോ ചേട്ടൻ പുറത്തേക്ക് പോയി എന്ന് ദീപിക പറയുന്നു. ചേച്ചി കുളിക്കുകയാണെന്നും തൽക്കാലം അകത്തേക്ക് കയറിയിരിക്കാൻ നാൻസിയോട് പറഞ്ഞു. എന്നിട്ട് അവള് പെട്ടെന്ന് പോയി പൂർണ്ണിയോട് കാര്യങ്ങൾ പറയുന്നു. നീ തൽക്കാലം അങ്ങോട്ടേക്ക് ഇറങ്ങി പോകണ്ട, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പൂർണ്ണി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. താൻ രാവിലെ പോഹ ഉണ്ടാക്കി അത് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണെന്നാണ് നാൻസി പറയുന്നത്. അരവിന്ദ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പൂർണ്ണി പറയുന്നുണ്ട്, അതൊരു ബിസിനസ് ട്രിപ്പായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്, 3 ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്ന്. പിന്നെ പെൺകുട്ടി എന്റെ സിസ്റ്ററാണ്, അവളുടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണെന്നും പറയുന്നു. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് വന്നതെന്നാണ് നാൻസി പറയുന്നത്. അരവിന്ദ് വിളിക്കുവാണെങ്കിൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ട് നാൻസി അവിടെ നിന്നും പോയി. അവളാകട്ടെ സംശയത്തോടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. തന്റെ റൂമിൽ പോയ ശേഷവും ആ ഹോളിലൂടെ അരവിന്ദിന്റെ ഫ്ളാറ്റിലേക്ക് തന്നെ അവൾ നോക്കി നിൽക്കുകയാണ്. അതേസമയം അവിടെ നിന്നും നാൻസിയുടെ ഫ്ളാറ്റിലേക്ക് നമ്മുടെ പൂർണ്ണയും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദീപികയും കൊണ്ട് അവൾ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരികയും ചെയ്തു. തിരിച്ചു വരുന്ന വഴിക്ക് അവൾ ദീപികയെ നാട്ടിലേക്കുള്ള ബസ് കയറുന്നിടത്ത് ഇറക്കി. വീട്ടിലെത്തി അവൾ ഒന്നും സംഭവിക്കാതെ പോലെ തന്നെ തന്റെ ജോലികൾ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് താഴത്തെ ആന്റി അവളെ വിളിക്കുന്നുണ്ട്, നിന്നെ കാണാനേ ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. അരവിന്ദിന്റെ കാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ആള് ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന്. ആ സമയത്ത് ആരോ ഡോർബെൽ അടിക്കുന്നുണ്ടായിരുന്നു. അവള് ചെന്ന് തുറന്നു നോക്കുമ്പോൾ അന്ന് അരവിന്ദിന്റെ ഷർട്ടിൽ നിന്ന് അവൾക്ക് കിട്ടിയ അതേ മണം തന്നെയായിരുന്നു അവിടെ എല്ലാം പരന്നിരിക്കുന്നത്. അന്ന എന്ന ആ പെൺകുട്ടിയായിരുന്നു അത്. അതായത് അവൻ റിലേഷൻഷിപ്പിലുള്ള ആ പെൺകുട്ടി. താൻ അന്നയാണെന്നും അരവിന്ദില്ലെന്നും ചോദിക്കുന്നു. അരവിന്ദില്ല, അകത്തേക്ക് വന്ന് പറഞ്ഞിട്ട് അവൾ അന്നയെ അകത്തേക്ക് വിളിക്കുന്നു. ഒരു ബിസിനസ് ട്രിപ്പിന് പോവുകയാണെന്ന് പറഞ്ഞിട്ടാ പോയത്, ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അന്ന പറയുന്നുണ്ട്, ഞാൻ അരവിന്ദിന്റെ ഒരു ക്ലൈന്റ്, ഇൻഷുറൻസിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന്. അന്നയെ കാണുമ്പോഴെല്ലാം തന്നെ പൂർണ്ണിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാലും ദേഷ്യം കടിച്ചു പിടിച്ച് അവൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അവൾ കൊണ്ടുകൊടുക്കുന്നു. അതും ഇവർ രണ്ടുപേരുടെയും കല്യാണ ഫോട്ടോ ഉള്ള കപ്പിലായിരുന്നു വെള്ളം കൊണ്ടു കൊടുക്കുന്നത്. എന്റെ ഹസ്ബൻഡിനെ തന്നെ നിങ്ങൾക്ക് വേണോന്ന് അവൾ ചോദിക്കുന്നു. അന്ന പെട്ടെന്ന് ഷോക്കായിട്ട് അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അതല്ല, ഇൻഷുറൻസിന് വേണ്ടിയിട്ട് എന്റെ ഹസ്ബൻഡിനെ തന്നെ വേണോന്ന്. അരവിന്ദായിരുന്നു തന്റെ കാര്യങ്ങൾ നോക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ച് വന്നതെന്ന് അവൾ പറയുന്നു. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ചെയ്താൽ മതി, അരവിന്ദ് വരാൻ ലേറ്റ് ആകുമായിരിക്കും എന്നാണ് അവൾ പറയുന്നത്. കോള് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പൂർണ്ണി പറയുന്നുണ്ട്, അങ്ങനെ സാധാരണ ബിസിനസ് ട്രിപ്പിന് പോകുമ്പോൾ തന്നെ കോള് ചെയ്യാറില്ല എന്നും ഞാനും അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യാറില്ല എന്നും പറയുന്നു. വിളിക്കുകയാണെങ്കിൽ ഞാൻ വന്നു എന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. പൂർണ്ണിയുടെ സംസാരത്തിലെല്ലാം തന്നെ അരവിന്ദിനെ പറ്റി അവൾ മനസ്സിലാക്കിയതുപോലെ അന്നയ്ക്ക് തോന്നുന്നു. അത് കാരണം കുറച്ച് ടെൻഷനായിട്ടാണ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അവൾ നിരന്തരമായിട്ട് അരവിന്ദിനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. കോള് കിട്ടുന്നില്ല. അവന്റെ ഓഫീസിലെത്തി. അവന്റെ കൊളീഗ് അവളോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. അവൻ നിന്റെ കൂടെ ഗോവയ്ക്ക് വരുവാന്ന് പറഞ്ഞല്ലേ പോയത്, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പോയില്ലെന്ന് ചോദിക്കുന്നു. ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് അവൻ വന്നില്ല എന്നും 3 ദിവസമായിട്ട് ഒരു വിവരവും ഇല്ലാന്നും അവൾ പറയുന്നു. അപ്പൊ ബിസിനസ് ട്രിപ്പിന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഗോവയ്ക്ക് പോകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു. ഇവിടെ എന്തായാലും വന്നിട്ടില്ല, നീ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് അവനാകട്ടെ അവളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. എന്നാൽ അന്ന സ്വന്തം വീട്ടിൽ പോകാതെ അരവിന്ദിന്റെ ഫ്ളാറ്റിന് താഴെ കാറിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവൻ വരികയാണെങ്കിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോണും ചെയ്തു നോക്കുന്നുണ്ട്. ആ സമയത്ത് ഓർഡർ ചെയ്ത ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണി താഴേക്ക് ഇറങ്ങി വരുന്നു. അന്ന അവിടെ തന്നെ നിൽക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. മുകളിലേക്ക് കയറിപ്പോയ അവളാകട്ടെ അന്നയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. അവൾ പെട്ടെന്ന് അരവിന്ദായിരിക്കും വിളിച്ചെന്ന് വിചാരിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട്, നീ എവിടെയാണ്, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താൻ അരവിന്ദല്ലാന്നും പൂർണ്ണിയാന്നും പറയുമ്പോൾ അന്ന ഒന്ന് ഞെട്ടി. നിങ്ങളെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ എന്തിനാ നിൽക്കുന്നത്, ആള് വരാൻ ലേറ്റ് ആകുമായിരിക്കും, വെറുതെ നിങ്ങൾ കഷ്ടപ്പെടണ്ട, തൽക്കാലം വീട്ടിലേക്ക് പോകാൻ അന്നയോട് അവൾ പറയുന്നു. ഇനി ഇവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ മുകളിലോട്ട് കയറി വന്നാൽ നിങ്ങൾ ചെയ്യുന്ന പോലെ നല്ല ബാർബിക്യൂ ഒക്കെ ഞാനും ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. അരവിന്ദ് നിങ്ങളോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അന്നയ്ക്ക് ദേഷ്യം വന്നിട്ട് അവളാകട്ടെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അരവിന്ദിനെ പറ്റി എന്തൊക്കെയോ പൂർണ്ണിക്ക് അറിയാമെന്ന് അന്നയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അവനെ കാണാതായതിന്റെ പിന്നില് പൂർണ്ണിയുടെ കൈയുണ്ടാകും. ഇനി അരവിന്ദും അന്നയും തമ്മിലുള്ള നിമിഷങ്ങളാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്നയും അരവിന്ദും നേരത്തെ തന്നെ പ്രണയത്തിലായിരുന്നു. എന്നാൽ അരവിന്ദിന്റെ അമ്മയാകട്ടെ അവരുടെ വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നയുടെ അമ്മ ഒരു സിനിമാ നടിയായിരുന്നു. അവളുടെ അച്ഛൻ ആരാന്നറിയില്ല. മാത്രമല്ല അവൾ ക്രിസ്ത്യാനിയുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു ഇവരുടെ ഈ വിവാഹത്തിന് അവന്റെ അമ്മ എതിർക്കാൻ വേണ്ടിയിട്ട്. നീ അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ പൂർണ്ണമായിട്ട്
വിവാഹം കഴിപ്പിച്ചതെന്നും അവളുടെ കാര്യങ്ങൾ നോക്കാതെ നീ ഇപ്പോഴും ആ അന്നയുടെ പിറകെ നടക്കുകയാണെങ്കിൽ അത് ഒട്ടും ശരിയല്ല എന്നും അവന്റെ അമ്മ പറയുന്നുണ്ട്. നീ ഇപ്പോഴും അവളുടെ വീട്ടിൽ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ കള്ളം പറയുന്നു, ഞാനൊരു ക്ലയന്റിനെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവന്റെ അമ്മയ്ക്ക് അവന്റെ സ്വഭാവത്തെ പറ്റി എല്ലാം തന്നെ അറിയാമായിരുന്നു. അവൻ പെട്ടെന്ന് ഫോൺ വെക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അന്നയ്ക്കും ദേഷ്യം വരുന്നു. നീ അവളുടെ അടുത്തേക്ക് തന്നെ പോയിക്കൊള്ളാനാണ് അന്നയും പറയുന്നത്. നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് നീ എപ്പോഴും പറയുന്നത്. പക്ഷെ സ്വന്തം അമ്മ എതിർത്തിട്ട് എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലായിരുന്നു. അരവിന്ദ് ആകട്ടെ അവളോട് എല്ലാത്തിനും സോറി പറയുന്നു. ഞാൻ പൂർണ്ണിയെ എന്റെ സ്വന്തം വൈഫായിട്ട് അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. എന്റെ സ്നേഹം മുഴുവൻ നിനക്ക് വേണ്ടി ഉള്ളതാണെന്നും മനസ്സുകൊണ്ട് ഞാൻ നിന്നെയാണ് ഭാര്യയായിട്ട് കാണുന്നതെന്നും ഒക്കെ അവൻ അവളോട് പറയുന്നു. എനിക്ക് പൂർണ്ണിയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് നടത്തിയ കല്യാണമല്ലേ, അങ്ങ് സഹിക്കുകയാണ്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ എനിക്ക് അവളോട് അത്ര കെയറൊന്നുമില്ല എന്നും അവൻ പറയുന്നു. അതേസമയം ഇവിടെ പൂർണ്ണിയാകട്ടെ താൻ ഓർഡർ ചെയ്ത കേക്കൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അരവിന്ദിന്റെ മൃതദേഹം ഇപ്പോഴും ആ ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ടും അരവിന്ദിനെ കുറിച്ച് ഒരു അറിവും കിട്ടാത്ത കാരണം അന്നയാകട്ടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. അരവിന്ദ് പറയുന്ന ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആളെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരവും ഇല്ലാന്ന് പറയുന്നു. വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴും അവിടെ നിന്നും ഒരു വിവരവും കിട്ടിയില്ല. ഇൻഷുറൻസ് ഏജന്റ് ക്യാഷ് വാങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസുകാർ ആ ഒരു രീതിയിലാണ് അന്വേഷിക്കുന്നത്. നിങ്ങളുടെ ക്യാഷ് തിരിച്ചു വാങ്ങാനാണെങ്കിൽ നമുക്ക് അവിടുത്തെ തന്നെ കമ്പനിയിലെ വേറെ ആരെങ്കിലുമായിട്ട് കോൺടാക്ട് ചെയ്യാം. എന്നാൽ അവള് പറയുന്നുണ്ട്, ഞാൻ ക്യാഷിന് വേണ്ടി മാത്രം വന്നതല്ല, 5 ലക്ഷം രൂപയായിട്ടാണ് അയാൾ പോയത്. അത്രയും രൂപയായിട്ട് ഒരാൾ പോകുമ്പോൾ അയാൾക്ക് ഏതെങ്കിലും രീതിയിൽ അപകടം വരാമല്ലോ, അങ്ങനെ അയാൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് കൂടി എനിക്ക് അറിയണ്ടേ, അതുകൊണ്ട് വന്നതാണ്. നിങ്ങളുടെ കൺസേൺ ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ അന്വേഷിക്കാമെന്ന് പോലീസ് ഓഫീസർ പറയുന്നു. അങ്ങനെ പോലീസുകാരൻ നേരെ പൂർണ്ണയുടെ അടുത്തെത്തുന്നു. അവൾ ഹോളിലൂടെ നോക്കുമ്പോൾ പോലീസിനെ കണ്ടതും പെട്ടെന്ന് അവള് പോയിട്ട് മുല്ലപ്പൂക്കെ വെച്ചിട്ട് സിന്ദൂരിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ അരവിന്ദിനോട് ഒരു കേസിനെ പറ്റി ചോദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവരകത്തേക്ക് വരുന്നത്. അവൾ അവർക്ക് കുടിക്കാൻ സർബത്തൊക്കെ കൊണ്ടു കൊടുക്കുന്നു. അരവിന്ദ് എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവള് പതിവ് പോലെ എല്ലാവരോടും പറയുന്ന അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. 3-4 ദിവസമായിട്ട് ബിസിനസ് ട്രിപ്പിന് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു. സാധാരണ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങോട്ട് വിളിക്കാറില്ല, ഞാനും വിളിച്ച് ശല്യം ചെയ്യാറില്ല. പിന്നെ ലേറ്റ് ആയപ്പോൾ ഞാൻ ഒരു തവണ വിളിച്ചിരുന്നു. അന്നയാണ് കംപ്ലൈന്റ് കൊടുത്തതെന്ന് മനസ്സിലായപ്പോൾ അവള് പറയുന്നുണ്ട്, അന്ന എന്ന് പറയുന്ന ആ പെൺകുട്ടി വന്നു പോയ ശേഷം ഞാനാകട്ടെ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ എടുത്തില്ല എന്ന്. പൂർണ്ണിയുടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചതായിരുന്നു. അവൾക്ക് റിലേറ്റീവ്സ് മാത്രമേ നാട്ടിലുള്ളൂ. അവളുടെ നാടിനെ പറ്റി സംസാരിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, തന്റെയും സ്വന്തം ഊര് അതാണെന്ന്. എന്റെ നാട്ടിലെ കുട്ടിയായതുകൊണ്ട് തന്നെ അയാൾക്ക് കുറച്ചുകൂടി സ്നേഹവും കരുതലും തോന്നുന്നു. നിങ്ങളധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ അന്വേഷിച്ചു വന്നേ ഉള്ളൂ. ആള് വിളിക്കുകയോ വരികയോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് അറിയിച്ചേക്കാൻ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് സർബത്തിലാകട്ടെ തണുപ്പില്ലാത്ത കാരണം അയാള് ഐസ് ക്യൂബ് കിട്ടുമെന്ന് അവളോട് ചോദിക്കുന്നു. അവൾ ആകെ ടെൻസായി. കാരണം ആ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ അതിൽ അവന്റെ ബോഡി ഇരിക്കുന്നത് അവര് കാണും. ഞാൻ എന്തായാലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവള് ഗ്ലാസ് എടുത്തുകൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങിയതും അവൾക്ക് വല്ലാതെ തല കറങ്ങുന്നുണ്ടായിരുന്നു. ആകെ ടയേർഡായിട്ട് അവൾ ഇരിക്കുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ലോ ബിപിയുടെ പ്രശ്നം ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. എന്നൊന്നും ചെയ്യണ്ട, ഞങ്ങളിപ്പോ പോവാ, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് പോലീസുകാർ പോയി. ഇവിടെ വീണ്ടും നമ്മുടെ അന്യയാകട്ടെ പോലീസ് സ്റ്റേഷൻ വരുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് അന്വേഷിക്കുന്നതെന്ന്. രവീന്ദ്രനെ കാണാനില്ലെങ്കിൽ അതിന് കംപ്ലൈന്റ് വരേണ്ട വ്യക്തി അവന്റെ ഭാര്യയാണ്. അവർക്കില്ലാത്ത ടെൻഷൻ നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല. അതേസമയം പൂർണ്ണിയാകട്ടെ തല കറങ്ങിയത് കാരണം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ അറിയുന്നത് അവൾ പ്രഗ്നന്റ് ആണെന്ന്. റിപ്പോർട്ട്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് വീണ്ടും അവൾക്ക് പോലീസുകാരുടെ കോള് വരുന്നു. അവള് തിരിച്ച് ബിൽഡിംഗിലേക്ക് എത്തിയപ്പോൾ അവര് പറയുന്നുണ്ട്, ഞങ്ങൾ അരവിന്ദന്റെ ഫോൺ ട്രാക്ക് ചെയ്തു, പക്ഷേ ലൊക്കേഷൻ ഇത് തന്നെ കാണിക്കുന്നതെന്ന്. അവിടെ കിടന്ന അരവിന്ദന്റെ കാറിന്റെ കീ പോലീസുകാർ ചോദിക്കുന്നുണ്ട്. അവര് തുറന്നു നോക്കുമ്പോൾ അവന്റെ ഫോൺ അതിൽ നിന്നും കിട്ടി. അത് കണ്ടതും അവൾ ആകെ ടെൻഷൻ ആകുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. ഇതിന്റെ ഹസ്ബൻഡിന്റെ ഫോൺ തന്നെയാണ്, ഇത് എങ്ങനെ ഇവിടെ വന്നു, അദ്ദേഹം എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ടെൻഷൻ ആകുന്ന കണ്ടിട്ട് അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ ആകേണ്ട, നമുക്ക് അന്വേഷിക്കാമെന്ന്. അവളുടെ കയ്യിലിരുന്ന റിപ്പോർട്ടിൽ നിന്നും അയാൾക്ക് മനസ്സിലായി അവൾ പ്രഗ്നന്റ് ആണെന്ന്. അതേസമയം പോലീസുകാർ അവിടെ വരിക അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാൻസി കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പോലീസുകാര് വീട്ടിൽ വന്നിരുന്ന് അവളോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് പോകുന്ന ധൃതിയിൽ ഫോൺ കാറിലിട്ടിട്ട് പോയതായിരിക്കും, ചിലപ്പോൾ നമ്പറൊന്നും ഓർമ്മയില്ലാത്ത കൊണ്ടായിരിക്കും കോൺടാക്ട് ചെയ്യാത്തത് പോലും. അതുകൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കണ്ട. ഇന്നത്തെ ദിവസം അയാൾ കാർ എന്താ എടുത്തിട്ട് പോകാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, എന്തായാലും ബിസിനസ് ട്രിപ്പിന് പോവുകയില്ല, അപ്പൊ പിന്നെ കാർ സർവീസിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെക്കാനിക്ക് വരും, കീ കൊടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ മെക്കാനിക് ഒന്നും തന്നെ വന്നില്ല. അതിനിടയ്ക്ക് നാൻസി അവിടേക്ക് കയറി വരുന്നു. ഇവിടെ എന്താണ് പ്രശ്നം, സ്ത്രീകളെ മാത്രമുള്ള ഫ്ലാറ്റില് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നും ചോദിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ കുട്ടിയാണ്, ഞങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ ചോദിക്കാൻ വന്നതാണെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. എന്നാൽ പോലും വനിതാ കോൺസ്റ്റബിൾ ഇല്ലാതെ ഇങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നാൻസി പെട്ടെന്ന് അവരെ പറഞ്ഞു വിടുന്നു. അതേസമയം അവരുടെ കയ്യിലാകട്ടെ നമ്മുടെ അരവിന്ദിന്റെ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അവർ ആ ഫോണെല്ലാം തന്നെ പരിശോധിച്ചതിൽ നിന്നും അരവിന്ദും അന്നയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായി. അന്യകട്ടെ തന്റെ വക്കീലിനെ കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. നേരത്തെ കള്ളം പറഞ്ഞാണ് അന്ന കംപ്ലൈന്റ് കൊടുത്തതെന്ന് പോലീസുകാർക്ക് മനസ്സിലായതോടുകൂടി അവരാകട്ടെ അവളെ കുറെ വഴക്ക് പറയുന്നു. ഞങ്ങൾ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും അരവിന്ദനെ നിങ്ങൾ കണ്ടെത്തിയാൽ മതിയെന്നാണ് അവൾ പറയുന്നത്. എക്സ്ട്രാ മറൈറ്റിൽ അഫയർ ഒക്കെ വെക്കുന്ന നീയൊക്കെയാണോ എങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ പോലീസുകാരൻ കുറെ വഴക്ക് പറയുമ്പോൾ അകത്തുണ്ടായിരുന്ന AC അകട്ട് ഇത് കേൾക്കുന്നു. സ്ത്രീകളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ പോലീസുകാരനെ അയാൾ വഴക്ക് പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി അയാളുമായിട്ട് അഫയർ വെച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ AC അതിനിപ്പോ നിനക്കെന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ ACക്കെതിരെ ഓൾറെഡി തന്നെ ഒരു വനിതാ കോൺസ്റ്റബിൾ അവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളൊരു സ്ത്രീലമ്പടനാണ്. അതുകൊണ്ട് തന്നെ അന്നയെ കണ്ടപ്പോൾ അയാൾക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവളുടെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വിളിച്ച് സംസാരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യണമെങ്കിൽ അത് അരവിന്ദന്റെ വൈഫിനെ ആയിരിക്കണമെന്ന് AC പറയുന്നു. കാരണം ഒരു ഹസ്ബൻഡ്
ഹസ്ബൻഡിനെ കാണാതായിട്ട് ഇത്ര ദിവസമായിട്ട് അവർ പരാതി കൊടുത്തിട്ടില്ല. മാത്രമല്ല അവർക്ക് അതിന്റെ വിഷമമുള്ളതായിട്ട് തോന്നുന്നുമില്ല. അതേസമയം ആ കോൺസ്റ്റബിൾ ആ പോലീസുകാരനോട് പറയുന്നുണ്ട്, എനിക്ക് AC പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്ന്. പൂർണിയെ നമ്മൾ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പാടില്ല. എന്നാൽ ആ പോലീസുകാരന് പൂർണിയോട് ദയാണ് തോന്നുന്നത്. അവളൊരു പാവം കുട്ടിയാണ്. എന്താണെങ്കിലും പൂർണി അവിടേക്ക് വന്നു. കുറച്ചു നേരമായിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് ആ പോലീസുകാർ AC പോയി പറയുന്നുണ്ട്, ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്, അധികം നേരം വെയിറ്റ് ചെയ്യിക്കണ്ട എന്ന്. അതൊക്കെ താൻ നോക്കിക്കോളാം, നീ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് AC അവളെ ചോദ്യം ചെയ്യുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു അഫെയർ ഉള്ള കാര്യമൊക്കെ നിങ്ങൾ പോലീസിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, എന്നിട്ട് പോലും നിങ്ങൾ ഇത്ര കൂളായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് AC ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസമല്ലാന്ന്. ഞാനൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. എന്റെ ഹസ്ബൻഡ് എന്നോട് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ നിങ്ങളാണ് ഇപ്പോൾ ഓരോരോ കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു ഭാര്യയായിട്ട് തന്നെയാണ് അവൾ ആ പോലീസുകാരന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അയാൾക്കും അവളോട് കൂടുതലൊന്നും പറയാൻ തോന്നിയില്ല. അതേസമയം ഇവിടെ അന്നയോട് അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, കല്യാണം കഴിക്കാൻ ഒരുത്തിയും കൂടെ കിടക്കാൻ ഒരുത്തിയും വെച്ചിരിക്കുന്നവനെ ഒന്നും ഒരിക്കലും വിശ്വസിക്കരുതെന്ന്. എന്നാൽ അവൻ എന്റെ കൂടെ ഒരിക്കലും വരില്ല എന്നും എന്റെ കൂടെ താമസിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നത് മറ്റൊന്നിനുമല്ല. എന്നെ സ്നേഹിക്കാൻ ഒരാൾ വേണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അവൻ എനിക്കത് തരുന്നുമുണ്ട്. അത് കൂടുതലൊന്നും തന്നെ താൻ അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അന്നയെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല എന്ന് അവളുടെ കൂട്ടുകാരിക്ക് തോന്നി. ആ സമയത്ത് അന്നയ്ക്ക് ആ AC കോള് വരുന്നുണ്ട്. AC അവരോട് ചോദിക്കുന്നുണ്ട്, അരവിന്ദനെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ തന്നെ അയാളും വൈഫും തമ്മിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന്. അവർ തമ്മിലെല്ലാം ഓക്കെ അല്ലേ, അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. തനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല എന്നാണ് അന്ന പറയുന്നത്. എന്താണെങ്കിലും ഈ കേസിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിക്കണം. നിങ്ങളുടെ വീട് എന്തായാലും എവിടാന്ന് എനിക്കറിയാം, ആ ഏരിയയിൽ തന്നെയാണ് തന്റെയും വീട്, അതുവഴി പോകുമ്പോൾ ഞാൻ കയറാമെന്ന് AC പറയുന്നു. അയാൾ അവളുടെ കൂടെ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് അന്നയ്ക്കും മനസ്സിലായി. അതേസമയം നമ്മുടെ പൂർണിക്ക് വല്ലാതെ വയറുവേദനിക്കുകയും അവൾക്ക് അബോഷൻ ആവുകയും ചെയ്യുന്നു. കുറച്ചു ദിവസം കഴിയുമ്പോൾ അന്നയാകട്ടെ പൂർണിയെ കാണാൻ വരുന്നുണ്ട്. രവിന്ദനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറയാൻ പറയുന്നു. അന്നയും അവനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം തന്നെ പൂർണിക്ക് അറിയാമെന്നപ്പോൾ അന്നയ്ക്കും അറിയാം. അതുകൊണ്ട് അവർക്കിടയിലുള്ള സംസാരം എല്ലാം തന്നെ ആകെ വല്ലാത്തൊരു രീതിയിലായിരുന്നു. പൂർണി പറയുന്നുണ്ട്, ഇത്രയും കാലം എന്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എല്ലാം എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. അവൻ എന്റെ കൂടെ നല്ല രീതിയിൽ നിന്നിട്ട് നിന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നോ അതോ നിന്റെ കൂടെ നന്നായിട്ട് നിന്നിട്ട് എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും അയാളൊരു ഫ്രോഡായിരുന്നു. എന്നാൽ അന്ന പറയുന്നുണ്ട്, താൻ അവനെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചിരുന്നതെന്ന്. ഇത്രയും കാലം എനിക്ക് സേഫായിട്ട് ഫീൽ ചെയ്തത് തന്നെ അവന്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. എന്റെ അമ്മ മരിക്കുന്നിടം വരെ എന്റെ അച്ഛൻ ആരാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛനില്ലാത്തൊരു കുട്ടി ഈ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ അതിന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നീ അരവിന്ദ് എവിടെയാണെന്ന് പറഞ്ഞേ പറ്റൂ. താൻ പ്രഗ്നന്റ് ആണ്. അന്ന പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതും പൂർണ്ണി ഞെട്ടിപ്പോയി. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ ശേഷം അന്ന അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പൂർണ്ണി പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ അവൾ നിന്നതുമില്ല. പിന്നീട് കാണിക്കുന്നത് അരവിന്ദിന്റെ കേസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ AC ആകട്ടെ അന്നയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അന്നയുടെ വീട്ടിലെല്ലാം തന്നെ ഒരുപാട് പെയിന്റിങ്സ് ഉണ്ടായിരുന്നു. അയാൾ അതിനെപ്പറ്റി എല്ലാം തന്നെ പറയുന്നുണ്ട്. തനിക്ക് ഇതൊക്കെ ഇഷ്ടം, നമ്മുടെ രണ്ടിന്റെ ടേസ്റ്റ് ഒന്നാണെന്നും പറയുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കെ അവളുടെ കയ്യിൽ നിന്ന് ചായ അവളുടെ ശരീരത്തിലേക്ക് വീഴുന്നുണ്ട്. അയാൾ പെട്ടെന്ന് അവിടെ ഇരുന്ന ടിഷ്യൂ എല്ലാം എടുത്തിട്ട് അവളുടെ ദേഹത്ത് തുടയ്ക്കാൻ ആരംഭിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അയാളെ തട്ടി മാറ്റുന്നുണ്ട്. എന്നാൽ അയാൾ ആ നിമിഷം അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവളെ രക്ഷപ്പെടാൻ വേണ്ടി കുതറി ഓടുന്നുണ്ട്. അയാളെ ബാക്കിലൂടെ വന്നിട്ട് അവളുടെ ഡ്രസ്സ് എല്ലാം തന്നെ വലിച്ചു കീറുന്നു. നിനക്ക് അവന്റെ കൂടെ കിടക്കാമെങ്കിൽ എന്റെ കൂടെയും കിടക്കാമെന്ന് പറയുന്നുണ്ട്. അവന്റെ കൂടെ കിടന്നെങ്കിൽ അതെന്റെ ഇഷ്ടത്തിനാണെന്നും എന്ന് കരുതിയിട്ട് ഇപ്പൊ നിങ്ങളത് മുതലെടുക്കാൻ ശ്രമിക്കണ്ടെന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ അയാൾ അതൊന്നും കേൾക്കാതെ തന്നെ അവളെ ബലമായിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ പൂർണ്ണി അവിടേക്ക് വരുന്നതാണ്. ആ സമയത്ത് അവിടെ വീടെല്ലാം തന്നെ അവൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നടക്കാത്ത പോലെ അന്ന അവളെ അകത്തേക്ക് സ്വീകരിക്കുന്നു. പൂർണ്ണി അവളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ ചില സ്ത്രീകൾ ചെയ്യുന്ന പോലെ നിന്റെ അടുത്ത് വന്നിട്ട് അടിയുണ്ടാക്കണമെന്നും നിന്നെ ഒരുപാട് തല്ലണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് പഠിപ്പും വിവരം കൂടിപ്പോയത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാനേ തോന്നുന്നില്ല. എന്തിനാണ് ഒരു ആണ് ചെയ്ത തെറ്റിന് രണ്ട് പെണ്ണുങ്ങൾ അനുഭവിക്കേണ്ട കാര്യം? ഇവിടെ തെറ്റുകാരൻ എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. അരവിന്ദ് നിന്നെ മറ്റൊരു രീതിയിലാണോ കണ്ടത്, അതോ നിന്നെ ശരിക്കും സ്നേഹിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, അവൻ നമ്മൾ രണ്ടുപേരുടെ സത്യസന്ധമായിട്ടല്ല ഇരുന്നത്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അവന്റെ ജാതിയും മതവും എല്ലാം തന്നെ അച്ഛന്റെ പേരിലൂടെയാണ് കിട്ടുന്നത്. ഇവിടെയും പെണ്ണിനൊരു വിലയില്ല, എല്ലാം ആണിൽ നിന്നാണ് കിട്ടുന്നത്. നിന്റെ കുഞ്ഞിന് അവനെപ്പോഴൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെ ഞാൻ കൊന്നു കൂടി അവൾ അവസാനമായിട്ട് പറയുന്നു. അത് കേട്ടിട്ട് അന്ന ആകെ ഷോക്കായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അവള് വല്ലാതെ ചുമയ്ക്കാൻ തുടങ്ങിയതും പൂർണ്ണി ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുന്നു. ഫ്രിഡ്ജ് അവൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആ ഫ്രിഡ്ജിൽ നിന്നും നമ്മുടെ AC മൃതദേഹം താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു പൂർണ്ണി. ആ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അന്ന അവളോട് പറയുന്നു. തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച അയാളെ അന്ന കൊന്നിരുന്നു. പിന്നീട് നമുക്ക് ഊഹിക്കാമല്ലോ, അവർ രണ്ടുപേരും ചേർന്നിട്ട് ആ രണ്ട് ക്രൈമും മറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. രണ്ടുപേരും ഒരുമിച്ച് കാറിൽ കയറി പോകുന്നു. ആ സീൻ കട്ടായിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അന്നുണ്ടായിരുന്ന ആ കോൺസ്റ്റബിൾ ഇല്ലേ, അയാള് പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് ഇൻസ്പെക്ടറായിട്ട് വന്നിരിക്കുകയാണ്. പൂർണ്ണിയുടെ വീട്ടിലേക്ക് അയാൾ വരുമ്പോ ആ വീട് നിറയെ നമ്മുടെ അന്നയുടെ വീട്ടിലുണ്ടായിരുന്ന അതുപോലത്തെ പെയിന്റിങ്സ് ഇരിപ്പുണ്ടായിരുന്നു. താൻ മറ്റൊരു കേസിന് വേണ്ടിയിട്ട് ഇതുവഴി വന്നതാ, അപ്പൊ നിന്നെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ ഇവിടേക്ക് കയറിയതാണെന്ന് അയാൾ പറയുന്നു. അരവിന്ദിന്റെ കേസ് അവരിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ AC പറ്റി അയാൾ പറയുന്നുണ്ട്. അയാൾ ആ വനിതാ കോൺസ്റ്റബിളിനെ ഉപദ്രവിച്ച കേസിൽ അന്വേഷണം വരുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അവിടെ നിന്നും മുങ്ങിയെന്ന്. ഇപ്പൊ അയാളെ കുറിച്ച് ഒരു അറിവുമില്ല. പോലീസുകാരെല്ലാം വിചാരിച്ചിരിക്കുന്നത്
കാണിക്കുന്നത് അയാൾ ആ കേസിന്റെ കാര്യം കാരണം ഇവിടെ നിന്ന് നാടുവിട്ടതാണെന്നാണ്. യഥാർത്ഥത്തിൽ അയാൾ മരിച്ച വിവരമൊന്നും ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അരവിന്ദിന്റെ കേസ് ഫയലെല്ലാം തന്നെ അയാളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും ഇങ്ങനെ മുടങ്ങിക്കിടക്കുകയാണ്. എന്നാണെങ്കിലും എന്തെങ്കിലും ഒരിക്കലും അരവിന്ദനെ ഞങ്ങൾ കണ്ടുപിടിച്ച് നിന്റെ അടുത്ത് കൊണ്ടുവരുമെന്ന് അയാൾ പൂർണിയോട് പറയുന്നു. അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണിയുടെ അടുത്തേക്ക് അന്നയും വന്നിരിക്കുന്നു. അവള് പ്രഗ്നന്റ് ആണല്ലോ, ഇപ്പോൾ നല്ലപോലെ വയറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഈ വീട്ടിൽ കണ്ടപ്പോൾ ആ കോൺസ്റ്റബിൾ ആകെ വല്ലാതെയായി. അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ആ സമയത്ത് നമ്മളെ സീൻ അവിടെയുള്ള മറ്റൊരു പെയിന്റിംഗിലേക്ക് കാണിക്കുന്നുണ്ട്. കോപിതയായി നിൽക്കുന്ന ഒരു സ്ത്രീയും അവളുടെ കയ്യിൽ ഒരു അരിവാളും ഇടത്തെ കയ്യിൽ ഒരു തലയും അതിന്റെ താഴെ ഒരു നായയും ഉണ്ടായിരുന്നു. അതേസമയം തന്നെ പുറത്തേക്കിറങ്ങിയ കോൺസ്റ്റബിൾ ആകട്ടെ അവിടെ ഒരു നായ നിന്ന് ഒരു എല്ല് കടിക്കുന്ന കാണുന്നുണ്ട്. അതൊരു മനുഷ്യന്റെ എല്ലായിരുന്നു. അയാൾ അടുത്തേക്ക് പോയി നോക്കിയതും ആ നായ അയാളുടെ അടുത്തേക്ക് ചാടി വീഴുന്നു. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. പൂർണിയും അന്നയും ചേർന്നിട്ട് അരവിന്ദിനെയും ആ പോലീസുകാരനെയും വെട്ടിനുറുക്കി കുക്കറിലിട്ട് ബിരിയാണിയാക്കി എന്നും രാത്രി നമ്മുടെ ഈ നായകൾക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹം ആർക്കും കണ്ടെടുക്കാനും സാധിച്ചില്ല. അവരെവിടെ പോയി എന്ന് പോലീസുകാർ കണ്ടെത്തിയതുമില്ല. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മാത്രമല്ല നമ്മുടെ സീരീസ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.